നഗരൂരിൽ SHO ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ തുടർ നടപടികൾ ഇഴഞ്ഞു നീങ്ങുന്നു. 9 ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതികളായ കേസിൽ ഇതുവരെ പിടികൂടിയത് 2 പേരെ മാത്രം. അസഭ്യം പറയുകയും ആക്രമിക്കുകയും ചെയ്ത ഡിവൈഎഫ്ഐ പ്രവർത്തകരെ പിടികൂടുന്നതിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി പറയുമ്പോൾ ആണ് ഈ മെല്ലപ്പോക്ക്. പട്ടാപ്പകൽ പോലീസ് ജീപ്പിന് മുന്നിൽ ചീറിപ്പാഞ്ഞുകൊണ്ട് കാർ ചവിട്ടി നിർത്തി പോലീസ് ഉദ്യോഗസ്ഥരെ അസഭ്യം പറയുകയും ആക്രമിക്കുകയും ചെയ്ത കേസിൽ തുടർ നടപടികൾ ഇഴഞ്ഞു നീങ്ങുന്നു. 9 ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതികളായ കേസിൽ ഇതുവരെ പിടികൂടിയത് 2 പേരെ മാത്രം. മറ്റ് 7 പ്രതികളെ പിടികൂടാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. നഗരൂർ SHOയെയും SIയെയും അസഭ്യം പറഞ്ഞുകൊണ്ട് ആക്രമിക്കുന്ന വീഡിയോ വൈറലായിരുന്നു. നിരവധി പേർ വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു. സംഭവം നടന്ന 2 ദിവസം കഴിഞ്ഞിട്ടും ബാക്കി പ്രതികൾ എവിടെയെന്ന ചോദ്യത്തിന് ഉത്തരമില്ല. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടും പ്രതികളെ പിടികൂടാനാകാത്തതിൽ ആക്ഷേപവും ശക്തമാകുന്നു. സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ പ്രതികളെ പിടികൂടുമെന്ന് ഉറപ്പു പറഞ്ഞിട്ടും മെല്ലെപ്പോക്ക് തുടരുകയാണ്. സംഭവത്തിൽ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനും പ്രതിഷേധം രേഖപ്പെടുത്തി രംഗത്തെത്തിയിരുന്നു. ജനം, തിരുവനന്തപുരം.